الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയാണ്. പല പ്രാവശ്യമായി ഹജ്ജിൻ്റെ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ മാസങ്ങളാണ് പവിത്രമായ മാസങ്ങളായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത്. ഹജ്ജുമായി അടുത്ത മാസങ്ങൾ എന്ന നിലയിലും ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുക എന്ന നിലയിലുമൊക്കെ 3 മാസങ്ങളെ ഒന്നിച്ച് ഖുർആൻ ഹദീസുകളിലൂടെ തന്നെ ഖുർആന്റെ ആയത്തിന് വിശദീകരണമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ചല്ലോ. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തീങ്ങളിൽ നിന്ന്, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് നീ ഒരു പ്രവാചകനെ നിയോഗിക്കണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അതനുസരിച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിയോഗിക്കപ്പെട്ട ആളാണ് എന്ന്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഞാൻ ബിശാറത്തു ഈസ ഇബ്നു മറിയം, ഈസാ നബി സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകനാണ് എന്ന്. വറസൂലൻ മിൻ ബഅദിഹി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിന് ശേഷം വരുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി ഈസാ നബി മൂസാ നബി തൗറാത്തിലൂടെ, ആ ഈസാ നബി ഇഞ്ചീലിലൂടെ മുന്നറിയിപ്പ് നൽകി, അല്ലെങ്കിൽ സന്തോഷ വാർത്ത അറിയിച്ചു. ആ നിലക്ക് അത്ഭുതകരമായി പല പ്രവാചകരും വിവിധ ദേശങ്ങളിലാണ് ജനിച്ചതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മണലാരണ്യത്തിലാണ് ജനിക്കുന്നത്. എന്താണ് അതിൻ്റെ സവിശേഷത? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകം വഹുദൽ ലിൽ ആലമീൻ, മാലോകർക്ക് അനുഗ്രഹമായി നിലനിൽക്കുന്ന ഒന്നാമത്തെ ഭവനം, ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, ആ ഭവനത്തിന്റെ ഓരങ്ങളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മനുഷ്യർക്കും, വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും പ്രവാചകനായി നിയോഗിക്കപ്പെടാൻ ജനിക്കപ്പെടുന്നത് അവിടെയാണ്. കാരണം എന്താ? മുബാറകൻ വഹുദൻ, അവിടെ കഅബാലയമുണ്ട്. പുരാതന ഗേഹം ബക്ക എന്നും മക്ക എന്നും രണ്ട് നിരക്കുള്ള പേരുകളുണ്ട്. ബൈത്തുൽ സുമ്മ മഹല്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്, ഇത്ഖിന്റെ പാപമോചന മുക്തമാകാൻ നേരത്തെ അല്ലാഹു ഒന്നാമതായി നിർമ്മിക്കപ്പെട്ട ഭവനം എന്ന നിലയിൽ അല്ലാഹു മഹത്വപ്പെടുത്തിയ ആ കഅബയുടെ അടുക്കൽ ബൈത്തുൽ അതീഖ്, പുരാതന ഗേഹം, രണ്ടർത്ഥം അതിലുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനാകുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാൻ പോകുന്ന മുഴുവൻ ആളുകളോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് വിളംബരം ചെയ്തു എന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആനിലൂടെ ലോക മനുഷ്യരോട് വിളിച്ചു പറഞ്ഞു. ആ വിളിയാളം അന്ന് മുതൽ ഇന്ന് വരെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, ജനഹൃദയങ്ങളിൽ ആ വിളിയാളത്തിന് ഉത്തരമായി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ മലമടക്കുകളിൽ നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും അല്ലാത്ത കാൽനടയായിക്കൊണ്ടും ആ വിളിക്കുത്തരമായി ലോക മനുഷ്യരവിടെ എത്തുന്നു. എന്താ ഇതിൻ്റെ ഒക്കെ കാരണം? ആ കാരണത്തിലേക്കും എന്താണ് കഅബക്ക് ഈ പ്രത്യേകത എന്ന വശവുമൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മലീമസമാണ്. വിശ്വാസരംഗം, ഇബാദത്തിന്റെ രംഗം, മറ്റ് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് മ്ലേച്ഛതകളിൽ മനുഷ്യ മനസ്സ് മലീമസമായി നട്ടം തിരിയുന്ന, അവൻ ഏകാഗ്രത കിട്ടാതെ മാനസികമായി തകർന്ന് തരിപ്പണമായി ദുഃഖപാരവശ്യത്താൽ ഒരറ്റത്തേക്ക് മാറി നിൽക്കുന്ന, സമാധാനത്തിന് വേണ്ടി ലഹരിയിൽ അഭയം തേടുന്ന, ലോകം മുഴുവനും ചുറ്റിത്തിരിയുന്ന ഏതെങ്കിലും മനുഷ്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് പോയി സമാധാനം കാണുന്ന, ജാറങ്ങളിൽ പോയി സമാധാനം കാണുന്ന, ഇങ്ങനെ പല ഗേഹങ്ങളെയും പല ആളുകളെയും പല സ്ഥലങ്ങളെയും അവന്റെ മാനസിക പ്രയാസം ഇറക്കി വെക്കാനുള്ള അത്താണിയായി മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? കാരണം എന്താ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. എത്ര തന്നെ ആരോഗ്യമുള്ള അവസരത്തിൽ തെറ്റ് ചെയ്താലും
മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോൾ അവന്റെ മനസ്സവനോട് മന്ത്രിക്കും, അല്ല തൻ്റെ ആരോഗ്യം ക്ഷയിച്ച് ഒറ്റക്കാകുന്ന ഘട്ടത്തിലോ അല്ലാത്ത സാഹചര്യങ്ങളിലോ ഞാൻ ചെയ്തു പോയ കുറ്റങ്ങൾ, ഞാൻ ചെയ്തു പോയ പ്രയാസങ്ങൾ, ഞാൻ മനുഷ്യരെ ഉപദ്രവിച്ചത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്, കൈകൊണ്ട്, ക്രിയാവയവം കൊണ്ട് ഞാൻ അന്യരെ സമ്പത്ത് എടുത്തത്, അന്യരുടെ ധനം അന്യായമായി എന്നിലേക്ക് വന്നത്, എൻ്റെ നാവ് കൊണ്ട് ഇന്ന ഇന്ന ആളുകൾ കരഞ്ഞു തീർത്ത ദിനരാത്രങ്ങളുണ്ട്, എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ എത്രയോ ആളുകളെ കൽത്തുറുങ്കിൽ അടച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് നേരെ അതിരൂക്ഷമായ നിലയിൽ കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ കടന്ന് മന്ത്രിക്കും. എവിടെയാണ് ഈ അത്താണി? എവിടെയാണ് അവന്റെ മനസ്സിലെ പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടത്? അതിനുവേണ്ടി സൃഷ്ടിച്ച സൃഷ്ടാവായ തമ്പുരാൻ ചില ഗേഹങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില നിമിഷങ്ങൾക്ക്, ചില പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ഇടങ്ങൾ എന്ന നിലയിലുള്ള സാഹചര്യങ്ങൾക്ക് എല്ലാം പവിത്രത അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇവന്റെ മനസ്സിന്റെ വേദന സമർപ്പിക്കേണ്ടത് ആ സൃഷ്ടാവിന്റെ മുമ്പിൽ. അവിടെയാണ് എന്ന് പറഞ്ഞാൽ ആ അവസരം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് തന്റെ വേദന സമർപ്പിക്കാൻ അള്ളാഹു ഇടം നൽകിയിട്ടുണ്ട്. ആ ഇടമാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, പരിചയമുള്ള ആയത്ത്. ആ ആയത്തിൽ അല്ലാഹ് പറയുന്നത് കഅബാലയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കഅബാലയത്തിന്റെ ചില മാസങ്ങൾ, അതിലെ ചില ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് യൗമുത് തർവിയത്തിന്റെ ദുൽഹിജ്ജ 8 മുതൽ 13 അവസാനിക്കുന്ന ദിവസത്തോടു കൂടെ അവസാനിക്കുന്ന ഏതാനും ഇബാദത്തിന്റെ കർമ്മങ്ങൾ, അതില് അവന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ മുഴുവനും ആരോരും അറിയാതെ ചെയ്തു കൂട്ടിയ സകലമാന പ്രയാസങ്ങളും ആ സൃഷ്ടാവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവന്റെ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. അതിന് പ്രത്യേകമായി അള്ളാഹ് നൽകിയിട്ടുള്ള അവസരമാണ് ഹജ്ജ് എന്നത്. നമുക്കറിയാം ഒരു വലിയ ഉദ്ദേശം ഇതിലുണ്ട് എന്നത്. മനുഷ്യനെ വല്ലാതെ ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാപം എന്ന് പറഞ്ഞത്. സഹാബികളിൽപ്പെട്ട ഒരാളുടെ ചരിത്രം ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സഹാബിയെ റസൂലുള്ളാഹി സന്ദർശിക്കുന്നു. അദ്ദേഹം മരണശയ്യയിലാണ്. അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങള്, പ്രയാസങ്ങള്, കണ്ണീർ കണങ്ങൾ ഇറ്റിറ്റ് വീഴുന്ന രംഗം നബി അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തി. റസൂലേ, അന വദുനൂബി, ഞാനും എന്റെ പാപവും, ഇതാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം, മരണമല്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞതെന്താ? തീർച്ചയായും ഒരു സത്യവിശ്വാസിക്ക് ഇങ്ങനെയുള്ള പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ റബ്ബിന്റെ സവിധത്തേക്ക് ചെല്ലുന്നത് തന്റെ കുറ്റകൃത്യങ്ങൾ പൊറുക്കപ്പെടുമോ ഇല്ലയോ എന്ന ഭയപ്പാടോട് കൂടിയാണെങ്കിൽ അയാൾക്ക് രക്ഷയുണ്ട്, അയാളുടെ മനസ്സ് റബ്ബ് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ എല്ലാ മനുഷ്യനുണ്ട്. അതിന് അല്ലാഹ് വെച്ചിരിക്കുന്ന വശം ഒന്ന് പാപമോചനം, വലിയ ഇസ്തിഗ്ഫാർ, അതിനേക്കാൾ വലിയ തെറ്റുകളാണെങ്കിൽ തൗബ, അല്ലാഹുവിലേക്ക് അഭയം തേടൽ. ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, റബ്ബിലേക്ക് പോകാൻ. അതാണ് അല്ലാഹ് സൂറത്തു ദാരിയാത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, മനസ്സിന്റെ ആത്മാർത്ഥമായ ഈ പ്രയാസങ്ങളുടെ, വിഷമങ്ങളുടെ ലോകത്തേക്ക് ജീവിക്കുമ്പോ ചിലര് അത് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യയിലെത്തും. വേറെ ചിലര് വിങ്ങിപ്പൊട്ടുന്ന മനസ്സ് മറ്റൊരാളോട് പറയാൻ കഴിയാതെ
ആ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ പാപഭാരത്താൽ അയാൾക്ക് മാനസികമായി തകർന്ന് തരിപ്പണമായി ഒരറ്റത്ത് കൂനിക്കൂടി ഇരിക്കുന്ന പ്രയാസകരമായ സാഹചര്യം വേറെ ചിലര് ഭ്രാന്തിന്റെ ലക്ഷണങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ഈ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ അവസരമുണ്ടാകണം എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഏതേത് പ്രതിസന്ധിയും നമ്മൾ നോക്ക്, മഴയില്ല, നമ്മൾ ആരോട് പറയും? എല്ലാവരും സങ്കടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും ശിർക്കിലേക്ക് തെളിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത ലോകത്തെ നമുക്ക് കാണാം. നിങ്ങൾ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നത് പോലും എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങൾ മമ്പുറത്തെ മക്കാമിലെ കൊടിയെടുത്ത് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ നിങ്ങൾ ആ കൊടിയുമായി മഴയില്ലാത്ത പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് മഹാന്മാരുടെ ആധാറുകൾ ഉപയോഗിച്ച് അവരോട് ദുആ ചെയ്യുകയോ അത് മുൻനിർത്തി പറയുകയോ ചെയ്താൽ മതി, തവസ്സുലാക്കിയാൽ മതി എന്ന് ഫത്വ നൽകിയ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭകളുടെ നേതൃത്വം വഹിക്കുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന വശം അവിടെയും നമുക്ക് കാണാം. ഇനി നിങ്ങൾ നോക്ക്, എന്താണ് അതിന്റെ വസ്തുത? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പം മൂസാ നബി തന്റെ രക്ഷിതാവിനോടാണ് മഴയ്ക്ക് വേണ്ടി തേടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ആ സഹാബത്ത് അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖബർ അവിടെയുണ്ട്. നബി ഉപയോഗിച്ച പാത്രങ്ങളുണ്ട്, നബി ഉപയോഗിച്ച വസ്ത്രങ്ങളുണ്ട്, നബി ഉപയോഗിച്ച പലതും അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുപയോഗിച്ച് ആധാറുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ എന്നല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് നബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ, മനുഷ്യരിൽ അവരിൽ ശ്രേഷ്ഠനായ ആളെ, തഖ്വയും സാലിഹായ പ്രവർത്തനങ്ങളും ചെയ്ത് പടച്ചോനിൽ അടുക്കുന്ന ആൾ എന്ന നിലയിലുള്ള ആളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ നിലക്ക് മുത്തഖീങ്ങളായ ആളുകളിൽപ്പെട്ട ആളുകൾ ഇന്നും ആ നിലക്ക് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത്. അവരാരും നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയില്ല. ഒരു വടിയോ ഉപയോഗിച്ച വസ്ത്രമോ ആധാറായിട്ടെടുത്തില്ല, വടിയെടുത്തില്ല, ഒന്നും എടുത്തില്ല. ഹക്ക് ജാഹ് കൊണ്ടല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവേ അഗ്ഇസ്ന, നീ ഞങ്ങൾക്ക് മഴ നൽകണേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ മഹത്തരമായ കാര്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് റബ്ബുമായിട്ട് അടുക്കുക എന്ന വശം തന്നെയാണ് ഹജ്ജ് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഹജ്ജിന്റെ മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നതും. അവിടെ ഞാൻ ഓരോന്നും ഈ അവസരത്തിൽ വിശദീകരിക്കുന്നില്ല. ഏതേത് കർമ്മങ്ങൾ പരിശോധിച്ചാലും അവിടെയൊക്കെ തന്നെയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് പോലും മക്കാ മുശ്രിക്കുകളായ ആളുകൾ ഇല്ലാ ശരീകൻ തംലികുഹു ലക വമാ മലക എന്ന് പ്രാർത്ഥിച്ച നീ കൊടുത്ത കഴിവിൽ നിന്നാണ്, അവർക്ക് നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നത് ശിർക്കാണെന്ന് പഠിപ്പിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവൂന്ന് തൽബിയത്ത് കൃത്യമായി ആ മക്കാ മുശ്രിക്കുകൾ ചെയ്തത് ഉപേക്ഷിക്കാനും, എന്നിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന ശിർക്കില്ലാത്ത ആ കലർപ്പില്ലാത്ത തൽബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹജറുൽ അസ്വദ് അതിനെ ചുംബിക്കലാണ് ചിലർക്ക് ലക്ഷ്യമെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പച്ചയിൽ പറഞ്ഞല്ലോ. ആളുകളുടെ ധാരണ എന്താ? ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക, അതോടുകൂടി
തന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നാണ്. നാട് മുഴുവനും അത് പ്രചരിപ്പിക്കുക. അതോടുകൂടെ അമുസ്ലിം സഹോദരങ്ങൾ അവർ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും സകലമാന മീഡിയകളും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങൾക്ക് അവിടെ ആരാധിക്കാൻ ഒരു കല്ലുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയുണ്ടായി. ചില പത്രങ്ങളിലൊക്കെ എഴുതി വിട്ടു, ഹജറുൽ അസ്വദ് വെറുമൊരു ശില മാത്രമല്ല, അതിന് രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുണ്ട് എന്ന്. മുസ്ലിം നാമധാരികൾ നടക്കുന്ന പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഇറക്കിയ ഒരു വീക്കിലിയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. എന്ത്? ആ ഹജറുൽ അസ്വദിന് രക്ഷിക്കാനോ ശിക്ഷിക്കാനോ കഴിവുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ചുംബിക്കുമ്പോ പറഞ്ഞെന്താ? ഇന്നക ഹജറുൻ, നീ ഒരു കല്ലാണ്, ലാ തൻഫഉ വലാ തദുറു, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല. ലൗലാ ഖബൽത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖബൽതുകി, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുകയില്ല എന്ന്. എന്നാൽ അത്ഭുതകരമായ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഈ ആളുകൾ ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് സിയം മഖാമിൽ പോവുകയാണ്. അവിടെ യാത്രയിൽ യാതൊരു പ്രയാസവും ഇല്ലാതാകാൻ ആ നേർച്ചയും ആ സന്ദർശനവും അവിടെ കൊടിയെടുത്ത് വീശലും അതിനെ ജാറം മൂടലും പുതപ്പിക്കലും ഏർപ്പാടുകളുമായി ശിർക്ക് ചെയ്തു പോവുകയാണ്. അടുത്തത്, അവിടെ എത്തിയാൽ ഹജ്ജ് പൂർണ്ണമായി പ്രയാസമില്ലാതെ നിർവഹിക്കാൻ സിയം മഖാമിലേക്ക് നേർച്ചയാക്കുകയാണ്. ഇതുപോലെയുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിരിക്കുന്ന 1,00,000 പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ആ നമസ്കാരത്തിൽ നിന്ന് സ്ത്രീകളെ വിലക്കുകയാണ്, പാടില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ തുടങ്ങി ഹജ്ജിന്റെ ഉദ്ദേശം എന്താണോ അതില്ലാതാക്കുന്ന, ഇല്ലാതായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ബിദ്അത്തുകളായിട്ടും ശിർക്കായിട്ടും ഈ സമൂഹത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞല്ലോ, ആ വിഷയം സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് എടുത്തു പറയുന്നുണ്ട്. വഇദ് ബവഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈആ വതഹിർ ബൈതി ലിത്വാഇഫീന വൽ ആകിഫീന വറുകഇ സുജൂദ്. വിശദീകരിക്കുന്നില്ല, ലക്ഷ്യം ഇവിടെ കൃത്യമാണ്. അതെന്താ? അല്ലാ തുശ്രിക് ബി ശൈആ, അതിനുവേണ്ടി കഅബാലയത്തെ റെഡിയാക്കണം, അതിനുവേണ്ടി പടുത്തുയർത്തണം, അതിനുവേണ്ടി ശിർക്കില്ലാത്ത വിധത്തിലുള്ള ഒരു ഹജ്ജ് അല്ലെങ്കിൽ ഒരു ഗേഹം ഉണ്ടാകണം. അതിനുവേണ്ടി രണ്ടുപേരെയും അള്ളാഹു ചുമതലപ്പെടുത്തുന്നു. ആ കാര്യം പറഞ്ഞിടത്തൊക്കെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞിടത്തൊക്കെ, വിഷയം വരുന്നിടത്തൊക്കെ നമുക്ക് കാണാം, വലം യകു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽപ്പെട്ട ആളായിരുന്നില്ല. ഹനീഫൻ മുസ്ലിമൻ, മുസ്ലിമായിരുന്നു, വക്രതയില്ലാതെ നേരെ അള്ളാഹനെ ആരാധിച്ച ആളായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പടച്ച തമ്പുരാൻ തീർത്തും ആ കഅബാലയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ഇങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വഹ്യായി ലഭിച്ച കാര്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്നമൽ മുശ്രികൂന നജസുൻ വലാ യഖറബൂ ഇലൽ മസ്ജിദിൽ ഹറാം വലാ യഖറബൂഹു, അവരെ അടുപ്പിക്കാൻ പാടില്ല മസ്ജിദുൽ ഹറമിലേക്ക്, അവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന്. ആ വിളിയാൾ ആ കാര്യം ഇന്നേ വരെ കൃത്യമായും ശ്രദ്ധിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനം. പക്ഷേ എന്നിട്ടും മുസ്ലിംകളായ ആളുകൾ ആ കഅബാലയത്തിൽ പോയി ചെയ്തു കൂട്ടുന്ന, അവിടെയും ശിർക്ക് ചെയ്യുന്ന ഒരുപാട് ഏർപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഖുതുബയിൽ മാത്രം അത് അവസാനിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ അത് അങ്ങനെ തന്നെ ആയിരിക്കണം, എങ്കിലേ പരലോകത്ത് സ്വീകരിക്കൂ. എത്ര കാശ് മുടക്കി പോയിട്ടും കാര്യമില്ല. കൃത്യമായും ഖുദൂ അന്നി മനാസികക്കും എന്ന വശം, ഞാൻ എങ്ങനെയാണോ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചത് ആ രൂപത്തിലായിരിക്കണം എന്ന വശം അംഗീകരിച്ചില്ലെങ്കിൽ
തീർച്ചയായും ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ ചിരകാല അഭിലാഷം അല്ലെങ്കിൽ കുറെ കാലമായി അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, പടച്ചോനെ ആ കഅബാലയത്തിൽ എത്താൻ, ആ കഅബാലയം ഒന്ന് കാണാൻ. എത്ര ആളുകളാണ് പോയി വന്നവര് വീണ്ടും ഒന്ന് അവിടെ എത്താൻ, വീണ്ടും അവിടെ എത്താൻ. അവിടെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഒന്നുകൂടി ഇഖ്ലാസ് കൂട്ടി കൂടുതൽ ഇഖ്ലാസോട് കൂടി ചെയ്ത് പാപം പൊറുപ്പിക്കാൻ എത്ര പ്രാവശ്യം പോയാലും മതിയാകാത്ത മനസ്സിന്റെ ഉടമകൾ, പോകാത്ത ആളുകൾക്ക് അവിടെ നിന്ന് എത്തിപ്പെടാനുള്ള ആ അടങ്ങാത്ത മനസ്സിന്റെ തേട്ടം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്. പടച്ചോനെ, ഈ സമൂഹത്തിൽ വരാൻ പോകുന്ന മനുഷ്യർക്ക് അവരോട്, അവരുടെ ജീവിച്ചിരിക്കുന്ന മക്കളോട്, സന്താനങ്ങളോട് ആ കഅബാലയത്തിലേക്ക് വരാനുള്ള താല്പര്യം അല്ലാഹുവേ നീ നിലനിർത്തണേ. എത്രമാത്രം ശരിയാണ്. താൻ ആ വളരെയേറെ ആഗ്രഹിച്ച ആ കഅബാലയം മസ്ജിദുൽ ഹറമിന്റെ അടുക്കലെത്തുമ്പോൾ ഒരുപാട് മനോഹരങ്ങളായ സൗധങ്ങൾക്കിടയിൽ, തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ പ്രത്യേകമായി റെഡിയാക്കപ്പെട്ട ആ കഅബാലയം, 5 നേരം നമ്മൾ നമസ്കരിച്ച ആ കഅബാലയം, അത് കാണുമ്പോഴുള്ള മനസ്സിന്റെ വികാരമുണ്ടല്ലോ, ആ താല്പര്യം, ആ ഇഷ്ടം, കണ്ണീർ കണങ്ങൾ എറ്റി വീണുകൊണ്ടല്ലാതെ ആദ്യമായി അത് കാണുന്ന ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം അയാളുടെ മനസ്സിന്റെ ആഗ്രഹം പൂർത്തിയാവുകയാണ്. അത്രമാത്രം വികാരഭരിതമായി കൊണ്ടുള്ള ആ അവസ്ഥക്ക് സാക്ഷിയാകാൻ പോകുന്ന മുഅ്മിനുകളായ, മുസ്ലിംകളായ നമ്മളിൽപ്പെട്ട കുറെ ആളുകൾ പോയവരുണ്ട്, പോകാൻ ഡേറ്റ് കിട്ടിയവരുണ്ട്. തീർച്ചയായും മനുഷ്യന്റെ എല്ലാവിധ പ്രയാസങ്ങളെയും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരവസരമാണ് ഇത് എന്ന നിലക്ക് ആണ് ആ കഅബാലയത്തെ നമ്മൾ കാണേണ്ടതും. ശിർക്കിൽ നിന്ന് മുക്തമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ സ്വതന്ത്രമായ പടച്ചവനോട് അടുക്കാനുള്ള ആ മനസ്സിന്റെ അദമ്യമായ ആഗ്രഹത്തെ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യവും അതിനനുസരിച്ചുള്ള ഒരു ജീവിതവുമാണ് ഇസ്ലാം ഹജ്ജിലൂടെ നമുക്ക് സംഭാവന ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഹജ്ജ് നിർവഹിക്കുവാനും അതുപോലെ തന്നെ നിർവഹിച്ചവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാനും നിർവഹിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിനുള്ള അവസരം ഒരുങ്ങാനും എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم ثانيا وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാർ, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഹജ്ജിന് പോകാൻ കഴിവുള്ള ആളുകൾ, ആരോഗ്യം, സമ്പത്ത്, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉള്ള ആളുകൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. കേവലം ഒരു നിർബന്ധം എന്ന നിലയിലല്ല നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടർ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കഴിക്കുക എന്നത് ആരുടെ നിർബന്ധമാണ്? ആരുടെ നിർബന്ധമാണ്? ഡോക്ടറുടെ നിർബന്ധമല്ല, രോഗിയുടെ നിർബന്ധമാണ്. ഇതുപോലെയുള്ള ഒരു സന്മനസ്, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പാപങ്ങൾ, ഞാൻ നന്നാകാൻ, മനസ്സിലായോ? ആ നിലക്കുള്ള ഒരു ചിന്താഗതിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. അവിടെയാണ് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉ ഇല്ലൽ ജന്ന എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി. സ്വീകരിക്കപ്പെടുന്ന മബ്റൂറായ ഹജ്ജ്, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലം ഇല്ല എന്ന് നീട്ടിവെക്കണ്ട. പലരും ഉണ്ടല്ലേ അങ്ങനെ? ഇല്ലേ? വീടിനെത്ര 2.25 കോടി. ഹജ്ജിന് പോയിട്ടുണ്ടോ? ഇല്ല. ആരെയാ കാത്തു നിൽക്കുന്നത്? എന്തിന്റെ പേരിലാ കാത്തു നിൽക്കുന്നത്? പറ. എവിടെയാണ് നമ്മളുടെ കൂട്ടത്തിൽ ചില ആളുകളുടെ അവസ്ഥ?
16 വയസ്സുള്ള ആൾക്ക് പോലുമാണ് ക്യാൻസർ വരുന്നത്. ഇങ്ങോട്ട് വരികയാണ്. അവസരം ഉണ്ടായിട്ട് നഷ്ടപ്പെടുത്തിയാൽ ഇനി എപ്പോഴാ അവസരം കിട്ടുക? വല്ല ഇപ്പം പല കാരണങ്ങൾ രോഗസംബന്ധമായി, ഇപ്പൊ കൊറോണ, ഹജ്ജ് നിഷേധിക്കപ്പെട്ടില്ലേ? നമ്മൾക്ക് ഒരു സ്ട്രോക്ക് വന്ന് എങ്ങനെ ഹജ്ജ് പോകും? അയാൾ സംസാരിക്കുമെങ്കിൽ ആ മനുഷ്യന്റെ വാചകങ്ങൾ കേട്ട് നോക്കി അയാൾ പറയും. ഇനി ഒരാളെ സംസാരിക്കാത്ത ഒരാളാണ്, സ്ട്രോക്ക് വന്ന് സംസാരം നഷ്ടപ്പെട്ട ഒരാളാണ്, ഹജ്ജിന് പോകുന്ന ആളോട് യാത്ര പറയാൻ വന്നു, അപ്പൊ കണ്ണീർ കണ്ണുകൾ ഇങ്ങനെ മുറിഞ്ഞു വീഴുന്നു, നാവ് കൊണ്ട് മന്ത്രിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊക്കെ പോകാനുള്ള ചാൻസ് കിട്ടിയല്ലോ, എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്ന്. ഇയാൾക്ക് 22 വയസ്സുള്ളപ്പം ലക്ഷങ്ങൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു, കോടികളുടെ അധിപതി ആയിരുന്നു. നീട്ടിവെച്ച് ആരാ നീട്ടിവെക്കാൻ പറഞ്ഞത്? എപ്പോഴാണോ ആ സാമ്പത്തികമായ കഴിവുണ്ടാകുന്നത്, ആരോഗ്യപരമായ കഴിവുണ്ടാകുന്നത്, സാഹചര്യങ്ങൾ ഒക്കുന്നത്, അത് പോകണം. അത്ര വലിയ വീടൊന്നും വേണ്ട, ആവശ്യത്തിന് മതി വീട്. അതിന്റെ ബാക്കി ഹജ്ജിന് ഉപയോഗപ്പെടുത്താം. ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് സങ്കടപ്പെടരുത്, അത്ര പുണ്യമുള്ള കാര്യമാണ്. സഅദ് ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാം. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ബദറിൽ ശത്രു നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം. നബിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു, വാളുയർത്തി നബിയെ കൊല്ലാൻ അവസരം കാത്തു നിന്നു. കഴിയാതെ പോയത് കൊണ്ടാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം മുസ്ലിമായതിനു ശേഷം അദ്ദേഹം നബിയുടെ വഫാത്തിന് ശേഷമാണ് മരിക്കുന്നത്. വീട്ടിൽ ചുമരിനോട് മുഖം ചേർത്ത് കിടക്കുന്ന ഒരു രംഗം, മരണത്തോട് മല്ലടിക്കുന്ന ഒരു രംഗം. ആ ലാസ്റ്റ് ഘട്ടത്തിൽ അദ്ദേഹം കണ്ണീർ കണങ്ങൾ എത്തി കരയുകയാണ്. മകൻ ചോദിച്ചു, വാപ്പ നിങ്ങൾ എന്തിനാ കരയുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, നിങ്ങൾക്ക് സ്വർഗം സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ മുസ്ലിമാകുന്നതിന്റെ മുമ്പ് എന്നിൽ നിന്ന് വന്നുപോയ അവസ്ഥ, അതിലാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. അതെങ്ങാനും പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ നബി പറഞ്ഞ വാചകങ്ങൾ പറഞ്ഞു. അമാ അലിംത യാ അംർ, അംറേ നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദുമു മാ ഖബ്ലഹു, ഇസ്ലാം മുസ്ലിമായി സ്വീകരിച്ചാൽ, ഇസ്ലാം മതം സ്വീകരിച്ചാൽ അതിന്റെ മുമ്പുള്ളവർക്ക് അല്ലാഹു പുറത്തു വരും. അന്നൽ ഹിജ്റത യഹ്ദുമു മാ ഖബ്ലഹാ, ഹിജ്റ അതിന്റെ മുമ്പിലുള്ളത്, ഹിജ്റ പോകുന്നതിന് മുമ്പുള്ള സകല പാപങ്ങളും അല്ലാഹു പുറത്തു വരും ഹിജ്റ പോയാൽ. അന്നൽ ഹജ്ജ യഹ്ദുമു മാ കാന ഖബ്ലഹു, അതേപോലെ തന്നെ ഹജ്ജ് അതിന്റെ മുമ്പുള്ളതെല്ലാം പൊറുക്കും. നേരത്തെ ആ സഹാബി പറഞ്ഞ വിഷയം എന്താ? ആശങ്കയാണ്. ആ ആശങ്കയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനെങ്ങാനും മുസ്ലിം അല്ലാതെ മരിച്ചു പോയിരുന്നുവെങ്കിൽ എനിക്ക് ഈ അവസരം ഉണ്ടാകുമായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. എങ്കിൽ നമ്മളും ആലോചിക്കുക, ഈ ഒരു അവസരം ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി ഒരു ഹജ്ജരാക്ക് മബ്റൂറായി ചെയ്യാൻ സാധിച്ചാൽ, അതുകൊണ്ട് കഴിവുള്ള ആളുകൾ ഈ അടുത്ത വർഷത്തേക്കെങ്കിലും നിയ്യത്താക്കുക, അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുക. അതിനാൽ ഓരോരുത്തരും അത്തരം കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധിക്കുകയും അവനവന്റെ ഫർളായ കാര്യങ്ങളിൽ വീഴ്ച വരാതെ നല്ലവരായി അത് ചെയ്തുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്നവരിൽപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സഹോദരി മരണപ്പെട്ടു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച KNMന്റെ പള്ളി നിർമ്മാണ കളക്ഷനാണ്. ജാരിയായ സദഖ എന്ന നിലയിൽ അതിൽ കഴിയുന്നിടത്തോളം നമ്മൾ പങ്കാളികളാകും. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഉംറ നിർവഹിച്ചവരുണ്ട്. അല്ലാഹു അവരിൽ അത് കബൂലാക്കുകയും നിർവഹിക്കാത്തവർക്ക് അതിനുള്ള ഭാഗ്യവും തൗഫീഖും നൽകി
അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും കഅബയിൽ സന്ദർശിക്കാനും പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ട് സ്വർഗത്തിലെത്തുന്നവരിൽ പെടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരുപാട് ആളുകൾ അള്ളാഹുർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.